നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ലോട്ടറി വിൽപ്പനയും കൂടെ കവിത എഴുതി വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഓ, ലോട്ടറി അല്ലേ രാവിലെ കടയിലേക്ക് പക്ഷേ ഈ ചേച്ചിക്ക് അതെന്താണെന്ന് അറിയാം. ചേച്ചി എന്താ നിങ്ങള് ചെറിയ ചെറിയ ഒരു കഴിവുകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കടക്കാരാ പറഞ്ഞത്. എന്താ എത്ര വയസ്സിലായി ഇങ്ങനെ ഇതൊക്കെ എഴുതാനും ബുക്കുകളൊക്കെ കൊടുക്കാനും എഴുതാനൊക്കെ തുടങ്ങിയത്? മലയാളം എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഈ കവിതയും നാടൻ പാട്ടൊക്കെ എഴുതാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ചേട്ടനിത് കണ്ടോണ്ടിരിക്കുക. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ചേച്ചി? നമുക്ക് ഇതുവരെയുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കും. നാടൻ പാട്ടുകളുടെ അക്ഷരക്കൂട്ട് എന്ന് പറഞ്ഞ ഒരു പുസ്തകം 22 പ്രകാശനം ചെയ്തു. ഇപ്പം ജീവിതനാവുക എന്ന ഒരു കവിതയും നാടൻ പാട്ടും കൂടെയുള്ളൊരു പുസ്തകമാണ് ഞായറാഴ്ച ഡിസംബർ 1 പ്രകാശനം ചെയ്തത്. എന്റെ പേര് കാർത്തികേയനി കൃഷ്ണൻകുട്ടി. പന്നിമറ്റത്താണ് താമസിക്കുന്നത്. എനിക്ക് 3 കുട്ടികള്. 3 പേരെയും കല്യാണം കഴിഞ്ഞു. ജോലിയൊന്നും ആയില്ല. 3 പേർക്കും 2 പിള്ളേര് വീതം. ഞാനും ചേട്ടനും ലോട്ടറി അതെ അതെ ആയിക്കോട്ടെ. ഞാന് ജീവിതനാവുക എന്ന പുസ്തകത്തിലെ കവിത അവൾ എന്നൊരു കവിത ചൊല്ലാം. പെണ്ണായി മണ്ണിൽ പിറന്നുപോയി കണ്ണീരു മാത്രമെൻ കൂട്ടിനെന്നും നെഞ്ചോടു ചേർക്കുമെന്നാശിച്ചവരെല്ലാം കരുതലും കരുണയും തന്നതില്ല. നെഞ്ചോടു ചേർക്കുമെന്നാശിച്ചുവെങ്കിലും കരുണയും കരുതലും തന്നതില്ല. മനതാരിലായിരം മോഹങ്ങൾ നെയ്തവൾ താലിച്ചരടു കഴുത്തിൽ വീഴേ പ്രാണൻ പകുത്തു പതിക്കായി നൽകിയവൾ ഹൃദയത്തിൽ എപ്പോഴും തീരാത്ത നൊമ്പരം. ജീവിതത്തോണി ഉലയാതെ തുഴഞ്ഞവൾ യാമങ്ങൾ എത്രയോ പോയി മറഞ്ഞു. ആദ്യത്തെ കൺമണി പെണ്ണായി പിറന്നതിൽ കുറ്റപ്പെടുത്തലിൽ മനമൊന്നിടേറി. മദ്യപിച്ചെത്തുന്ന അച്ഛനെ കാണുമ്പോൾ ഓടിയൊളിക്കുന്ന കുരുന്നു കാലുകൾ. മദ്യസൽക്കാരങ്ങൾ പതിവാക്കിയപ്പോൾ നൊമ്പരം ഹൃദയത്തിൽ ആവാഹിച്ചവൾ കുഞ്ഞിളം പൂവിനെ നരതമെന്നാം മദ്യശക്തിയാൽ നെരിച്ചുടച്ചപ്പോൾ സംഹാരരുദ്രയായി മാറിയ പെണ്ണവൾ ഭദ്രകാളിയായി പരിണാമം പ്രാപിച്ചവൾ. അപ്പൊ കാർത്തികേയനി കൃഷ്ണൻകുട്ടി ചേച്ചിയുടെ കവിതയാണ്. ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കാർത്തികേയനി കൃഷ്ണൻകുട്ടി ലോട്ടറി വിൽക്കാൻ വന്നതാണ്. യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ മൊബൈൽ കട സെൽക്രാഫ്റ്റ് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ചേച്ചിയുടെ കഴിവുകളാണ് നമ്മളിവിടെ നിങ്ങളിൽ പ്രദർശിപ്പിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായത്. അപ്പൊ ചേച്ചിയുടെ പാട്ടുപാടിയ സന്തോഷം കൊണ്ട് ഇവിടെ വന്ന ചേട്ടൻ ഒരു ലോട്ടറി എടുക്കുകയാണ്. ഓക്കെ, ഒരു ലോട്ടറി എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 3 മക്കളുണ്ട്. 3 മക്കള് അങ്ങനെയെല്ലാം ഈ ലോട്ടറി വിൽപ്പന കൊണ്ട് തന്നെ പരിപാലിക്കുകയാണ്. അപ്പൊ ആ കൂടെയാണ് ഇപ്പൊ പുസ്തകം വിൽപ്പനയുണ്ട്. വായനകത്ത് പുസ്തകം ഉണ്ടോ? ഉണ്ട്. വായനകത്ത് കുറച്ച് പുസ്തകം ഇപ്പൊ ഇങ്ങനെ തീർന്നതാണ്. എടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക. ഇവരെയൊക്കെ നമ്മൾ കണ്ട വഴിക്ക് വെച്ച് കാണുമ്പോൾ ഈ ചേച്ചിയുടെ മുഖോർത്ത് ലോട്ടറി എടുത്ത് പ്രോത്സാഹിപ്പിക്കുക.